എടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോയിട്ടില്ലേ? ചില സമയത്ത് നമ്മൾ ചിന്തിക്കും, അങ്ങനെ ഒരു കാര്യം ചെയ്യണ്ടായിരുന്നു, വലിയ അബദ്ധമായി പോയല്ലോ എന്നൊക്കെ ഓർക്കാറില്ല. പറഞ്ഞ ചില വാക്കുകൾ പറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ പറയണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത്, അല്ലേ? ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയാണ്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുമെന്ന്. എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട രണ്ട് കാര്യങ്ങളാണത്. ഒന്ന്, വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും. രണ്ടാമതായിട്ട്, നിഷ്കളങ്കരായിട്ട് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട്. സഞ്ചരിക്കുന്ന സക്രാരി, പ്രാർത്ഥിക്കുന്ന അമ്മ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന വിശുദ്ധ എവുപ്രാസ്യാമ്മയെ നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ഈ വിശുദ്ധിയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമ്മളും ഈശോയെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഈശോയെ കൊണ്ടു നടക്കുന്ന സക്രാരികളല്ലേ? എൻ്റെ സക്രാരിയിൽ വാഴുന്ന ഈശോയോട് നിരന്തരം പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഈ വിവേകമെന്ന പുണ്യത്തിനായിട്ടും വിശുദ്ധിയിൽ നിരന്തരം വ്യാപരിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ടും.